ഹായ് ഓൾ, മൈ നെയിം ഇസ് അഖിൽ നാരായണൻ ആൻഡ് വെൽക്കം ടു ട്രാവൽ എഫക്ട്സ്. ഇതൊരു പുതിയ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ഇതിൽ ബൈക്ക് റൈഡുണ്ട്, എൻ്റെ പാഷനുണ്ട്, ആർട്ടുണ്ട്, VFX ഉണ്ട്, എല്ലാം കൂടെ കൂടിയ ഒരു പ്രത്യേകതരം ട്രാവൽ ഡോക്യുമെൻ്ററി. എന്താണെങ്കിലും ഒരു പുതിയ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് അല്ലേ, ഒരു നല്ല തുടക്കം. അതെന്താണെങ്കിലും മലയാളികൾക്ക് കേരളത്തിൻ്റെ അഭിമാനമായ KSRTCയുടെ ബാക്ക് കാണിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വെച്ചു. അതൊന്നും അല്ല കേട്ടോ, ഞാൻ കയറാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മൂപ്പര് കയറ്റി വിടണ്ടേ? ഓ മൈ ഗോഡ്, മൂപ്പരവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിന് തുടക്കം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ പറയാം, വളരെ അവിചാരികമായിട്ടായിരുന്നു കാടിനുള്ളിൽ ഒരു റൈഡിനിടയിൽ ആ പെട്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം ഒന്ന് ഭയച്ചു പോയെങ്കിലും ഉള്ളിൽ എന്താണെന്നറിയാൻ ഞാനത് തുറന്നു. അതിനുള്ളിൽ മന്ത്രിച്ചരടാൽ ബന്ധിച്ച ചുവന്ന തുകൽ കൊണ്ട് പൊതിഞ്ഞ ഒരു പഴയ പുസ്തകം. ഭയത്തിനുപരി ആകാംക്ഷയോടെ ആ ചരടുകൾ പൊട്ടിച്ച് ഞാൻ ആ പുസ്തകം തുറന്നു. ശൂന്യമായ ആ ഇതളുകളിൽ തെളിഞ്ഞു വന്നത് മൺമറഞ്ഞുപോയ മുത്തശ്ശികതയിൽ പോലും എഴുതപ്പെടാത്ത മാന്ത്രിക ജീവികളും മോൺസ്റ്ററുകളും അവയിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളുമായിരുന്നു. എൻ്റെ യാത്രകൾ അവരെ തേടിയാണ്. യാത്രയും വിഷ്വൽ എഫക്ട്സും കൂടിച്ചേരുന്ന ട്രാവൽ എഫക്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അങ്ങനെയാണ് ഗൈസ് ഈ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന ലൊക്കേഷൻ കോട്ടയത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെയാണ് മാന്ത്രിക പുസ്തകം പറഞ്ഞ നമ്മുടെ ആദ്യ മോൺസ്റ്റർ ഉറങ്ങുന്നത്. ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകുവശത്ത് ശാന്തനായി കിടക്കുന്ന ആ ഇരട്ടവാലൻ ഡ്രാഗണെ തേടി. യാത്ര തുടരുന്നു ഗൈസ്. ഞാനിപ്പോൾ കോട്ടയം റൂട്ടിൽ നിന്നായതുകൊണ്ട് നേരെ തൊടുപുഴ മെയിനിൽ നിന്നും കാടനാട് ഡിവിഷനിലേക്ക് കയറുന്നു. ഇനി ഇവിടുന്ന് ഇല്ലിക്കൽ കല്ലിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തെപ്പറ്റി ഞാൻ കൂടുതൽ നിന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം. ഇല്ലിക്കൽ കല്ല് സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി മേലെ തലയെടുത്ത് നിൽക്കുന്ന കോട്ടയത്തിൻ്റെ അഭിമാനം. വാഗമണ്ണും കുട്ടിക്കാനവും പരുന്തുംപാറയും എല്ലാം തുടങ്ങുന്നത് ഈ പർവ്വത ഭീമനിൽ നിന്ന് തന്നെ. കാടനാട് ഡീവിയേഷനിൽ നിന്നും റോഡ് എത്തിച്ചേരുന്നത് ഇങ്ങനെ റോഡിലോട്ടാണ്. നല്ല സ്മൂത്ത് ആൻഡ് ഗ്രീൻ. എനിക്കിങ്ങനെയുള്ള റോഡിലൂടെ പോകാനാണ് ഇഷ്ടം. എനിക്ക് മാത്രമല്ല, പണിയെടുത്ത് ടാക്സ് അടയ്ക്കുന്ന ഏത് മലയാളികൾക്കും അത് തന്നെയാകും ഇഷ്ടം. ഈ ഒരു ഡീവിയേഷനിലെ ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര നല്ല റോഡ് പ്രതീക്ഷിക്കണ്ടോ. ഇനിയുള്ളതെല്ലാം ഇടുങ്ങിയ വഴിയും പ്രകൃതിയുമാണ്.
അങ്ങനെ ഒരു താളത്തിലങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദേണ്ട 2 ഓട്ടോ ചേട്ടന്മാർ വഴിയുടെ നടുക്ക് വെച്ച് നല്ല കത്തിയടി. പക്ഷെ നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മാറി തന്നുണ്ടോ. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണേ. എന്താ പറയുക, ചുറ്റും പ്രകൃതിയാൽ നിറഞ്ഞൊരു പ്രദേശം. എൻ്റെ ക്യാമറ വരെ മിസ്റ്റ് അടിച്ചു ഗൈസ്. ഈ മരം കണ്ടോ ഗൈസ്, നല്ല ഭംഗിയില്ലേ, നല്ല മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട്. ഇതുപോലെ 1-2 മരങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ റൂട്ടിൽ. അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മൾ റൈഡ് ചെയ്ത് ദേ ഇതാ മലമുകളിലായിട്ട് നമ്മൾ എത്തുന്നു. ദേ ആ റൈറ്റ് സൈഡ് കണ്ടോ, ഒരു പോസ്റ്റ് അപ്പോക്ലിപ്സ് രീതിയിൽ ഒരു കാർ തകർന്ന് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് വളവിനും തിരിവിന് ശേഷം ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകുവശത്ത് എത്തിച്ചേരുന്നു. മാന്ത്രിക പുസ്തകം പറഞ്ഞ ആ അത്ഭുതം കാണാൻ. ശേഷം ഞാൻ എന്താ അവിടെ കണ്ടതെന്ന് നിങ്ങൾ തന്നെ നോക്ക്. ചുറ്റും മഞ്ഞിനാൽ മൂടപ്പെട്ട നീല മലകൾ കൊണ്ട് അലങ്കരിച്ച സുന്ദരിയായ ഇല്ലിക്കൽ കല്ല്. ഇത് കണ്ടിട്ട് പ്രൊമിത്യസ് ഫിലിമിൻ്റെ ലൊക്കേഷനൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. നല്ല മഞ്ഞും തണുപ്പും ഈ ഒരു ആംബിയൻസും എല്ലാം കൂടി ഓവർ തിങ്കിങ്ങിൽ നിന്നും എൻ്റെ മൈൻഡിൽ നിന്ന് ക്ലിയറായി. ഒരു കാർപ്പറ്റ് വിരിച്ച പോലുള്ള പച്ചപ്പ്. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ സന്തോഷത്തോടെ അത്ഭുതത്തോടെ ഞാൻ കണ്ടു ആ കാഴ്ച. മാന്ത്രിക പുസ്തകം പറഞ്ഞ ഇല്ലിക്കൽ കല്ലിൻ്റെ പിറകുവശത്ത് ഉറങ്ങിക്കിടക്കുന്ന ആ ഇരട്ടവാലൻ ഡ്രാഗൺ, ഇല്ലിക്കൽ കല്ലിൻ്റെ രാജാവായ എ മജസ്റ്റിക് ടൈറ്റൻ. ഇനി അറിയണ്ടേ ഇല്ലിക്കൽ കല്ലിൻ്റെ രാജാവ് ഇവിടെ എങ്ങനെ വന്നു എന്ന്? അതിന് പിന്നിൽ കുറച്ച് വർക്കുണ്ട് ഗൈസ്. സോ ലെറ്റ്സ് ഓഫ് ടു സ്റ്റുഡിയോ. ഹായ് ഗൈസ്, വെൽക്കം ടു ഐഷ്കി സ്റ്റുഡിയോ. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ ആൻഡ് ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. ഇതാണ് എൻ്റെ സിൻറ്റിക് മോണിറ്റർ ടാബ്ലറ്റ്. ഇതിലാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം വരയ്ക്കുന്നത്. ആൻഡ് ഇതെൻ്റെ X34-inch കർവ്ഡ് മോണിറ്റർ ഡിസ്പ്ലേ. അമേസിങ് മോണിറ്റർ ഇറ്റ് ഈസ്. ആൻഡ് ദിസ് ഈസ് മൈ റെൻഡർ മെഷീൻ, ദ ബെസ്റ്റ് റെൻഡർ മെഷീൻ ഐ എവർ ഹാവ്. ഇയാളാണ് എൻ്റെ വർക്ക് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്, റെൻഡർ ചെയ്യുന്നത്. സോ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹൈ ബഡി. ഈ കാണുന്നതൊക്കെ എനിക്ക് എൻ്റെ ആനിമേഷൻ ഫിലിംസിന് കിട്ടിയ അവാർഡ്സുകളാണ് കേട്ടോ. ടോട്ടലി 6 ഇന്ത്യൻ അവാർഡ്സുകളും 16 ഇൻ്റർനാഷണൽ ആനിമേഷൻ ഫിലിം അവാർഡ്സുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, എൻ്റെ 2 ഫിലിംസിന്. എൻ്റെ അടുത്ത കൂട്ടുകാർ പോലും എൻ്റെ വർക്ക്സിനെ പലപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും നിതിൻ മോളി പറയുന്ന പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാട്ടികളെ. ബിക്കോസ് 2018 എൻ്റെ വർക്ക് സ്പേസ് ഇങ്ങനെ ആയിരുന്നു ഗൈസ്. പിന്നെ ഇതുണ്ടാക്കിയതെല്ലാം എൻ്റെ പാഷനോടുള്ള എൻ്റെ ആവേശമാണ്. ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. സോ കമ്മിങ് ടു വർക്ക്. ഇതാണ് എൻ്റെ എൻറ്റയർ വർക്ക് സ്റ്റേഷൻ. സോ ബേസിക്കലി ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി എടുത്ത നമ്മൾ ഈ ഒരു ട്രിപ്പിനെടുത്ത കംപ്ലീറ്റ് ഫുട്ടേജ്. സോ ഇതിനകത്ത് നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഒരു ഫോട്ടോയെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിരുന്നു. ഐ തിങ്ക് ദിസ് ഫുട്ടേജ് നമ്പർ 17 ആണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ഡ്രാഗനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്ടേജായിട്ട് എനിക്ക് തോന്നിയത്. സോ ഐ എം ജസ്റ്റ് ഓപ്പണിങ് ഇറ്റ് ആൻഡ് സീയിങ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡ്രാഗൺ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ വേറെ അധികം ഫുട്ടേജസ് ഒക്കെ ഉണ്ട്. സോ 16 ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഡ്രാഗിങ് 16 ഫുട്ടേജ് കുറച്ച് ജേർക്കിയാണ്, പക്ഷേ അതിനകത്തുണ്ട് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. 16 കഴിഞ്ഞ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഈ 17 ആണ്. സോ ഇറ്റ് ഈസ് വെരി 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 സ്റ്റാറ്റിക് ഫുട്ടേജ് ആൻഡ് വെരി ഈസി ടു കോം. സോ ഫുട്ടേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രാഗണെ പ്ലേസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമ്മുടെ ക്യാരക്ടർ ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.
എനിക്ക് ഓൾറെഡി മുന്നേ ഒരു ഡിസൈൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ക്യാരക്ടർ തന്നെ ഞാൻ ആക്ച്വലി ഐപാഡ് റെപ്ലിക്കേറ്റ് ചെയ്ത് ഞാനത് മാറ്റ് പെയിൻറ്റ് ചെയ്ത് തീരുമാനിച്ചു. നോക്ക്, ക്യാരക്ടർ വരച്ചിട്ട് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്ചർ ഞാൻ തപ്പുകയാണ്. സോ ടെക്സ്ചറൊക്കെ ഞാൻ ആ ക്യാരക്ടറിൽ അപ്ലൈ ചെയ്ത് ആ ക്യാരക്ടറിന് ഒരു വൺ ഡേ വർക്ക് കൊണ്ട് ഞാൻ ആ ക്യാരക്ടറിനെ പ്രോപ്പർലി ഒരു ഡ്രാഗൺ ഡിസൈനായിട്ട് ആക്കിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ ഒരിക്കലുമല്ല, ഇത് ഒരുപാട് നേരം എടുത്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ആൻഡ് ശേഷം ആ ക്യാരക്ടറിന് ഞാൻ ആഫ്റ്റർ എഫക്ട്സിൽ ഐ ആം ആക്ച്വലി ആനിമേറ്റിംഗ് ഇറ്റ് വിത്ത് പപ്പറ്റ് ടൂൾ വെച്ച് ആനിമേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് മൂവിയല്ല, മൂവിയിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ബിക്കോസ് മെയിൻ സ്ക്രീനിൽ നമുക്ക് 3D ആനിമേഷനും നമ്മൾ 3D മോഡൽസും നമ്മൾ 3D കോമ്പും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തീർക്കുന്നത്. ഇതൊരു വ്ളോഗ് ആയതുകൊണ്ട് മാത്രം വർക്ക് വളരെ ഷോർട്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റ് പെയിൻറ്റിങ് യൂസ് ചെയ്ത് VFX കോമ്പോസിറ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ്. സോ ഞാൻ കുറച്ച് ക്ലൗഡൊക്കെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ ക്യാരക്ടറിൻ്റെ കളർ കറക്ഷനോട് കൂടി പ്രോപ്പറായിട്ട് ചെയ്തു. ആൻഡ് പപ്പറ്റ് ആനിമേഷനിൽ വളരെ ചെറുതായിട്ട് ആ ക്യാരക്ടറിന് ഒരു ശ്വാസം കൂടെ വലിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ബ്രീതിങ് ആനിമേഷനോട് കൂടി കൊടുത്തു. ദാറ്റ്സ് ഓൾ. അവർ മെജസ്റ്റിക് മൈറ്റി ടൈറ്റൻ റെഡി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ ഒരു റിലാക്സിങ് വ്യൂ ആണ് ഗൈസ് എന്നെ ഈ ഒരു വ്ളോഗിലിട്ട് ഇന്നിവിടെ എത്തിച്ച്. വളരെയധികം സന്തോഷത്തോടെ റിലാക്സ് ചെയ്ത് ഞാൻ എൻ്റെ ബൈക്ക് തിരിച്ചു വിട്ടു. ഈ പോണ പോക്കിലാണ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ഫേവറേറ്റായ ബൈക്ക് റൈഡും എൻ്റെ പാഷനോട് കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നു. അങ്ങനെ ട്രാവൽ എഫക്ട്സ് ഉണ്ടായി. ട്രാവൽ എഫക്ട്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഇനി വരാൻ പോകുന്ന മോൺസ്റ്റേഴ്സും ഇനി വരാൻ പോകുന്ന അഡ്വഞ്ചറും എക്സ്പ്ലോർ ചെയ്യും എന്തൊക്കെയാണെന്ന് ഇപ്പം എനിക്ക് തന്നെ ഒരു പിടിയുമില്ല. അപ്പോൾ സൈനിങ് ഓഫ്, അഖിൽ നാരായണൻ, ട്രാവൽ എഫക്ട്സ്.